നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ട്രാക്ക് 1710ലേക്ക്. വിജയകുമാർ, എനിക്ക് തോന്നുന്നു ഈ സഭാ തർക്കത്തിൽ യാക്കോബായ സഭ വിശ്വാസികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുന്ന തരത്തിൽ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അല്ലേ? അതെ ഗോപി, അതിൽ ഒരു ചെറിയ സംശയം ഇപ്പോഴുള്ളത്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത് യാക്കോബായ സഭയ്ക്ക് എത്രത്തോളം സ്വീകാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു പരിശോധന ഇനി ആവശ്യമാണ്. കാരണം ഈ സെമിത്തേരിക്ക് പുറത്ത് വെച്ച് എല്ലാ ശുശ്രൂഷകളും പൂർത്തിയാക്കി അടക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് കൊണ്ടുപോകാം. അവിടെ ഈ യാക്കോബായ സഭയുടെ വൈദികന് പ്രവേശനമില്ല. അത്തരമൊരു ഒത്തുതീർപ്പിന്, അങ്ങനെ ഒരു ഓർഡിനൻസിന് യാക്കോബായ സഭ സ്വീകാര്യമാകുമോ എന്ന കാര്യം നമ്മൾ ഇനിയും സഭാ വക്താക്കളുമായി സംസാരിക്കും. അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ശവക്കല്ലറകളുടെ അല്ലെങ്കിൽ സെമിത്തേരിയുടെ കസ്റ്റോഡിയൻ അവിടുത്തെ പള്ളി വികാരിയാണ്, അതാത് പള്ളി വികാരികളാണ്. അതുകൊണ്ട് പുരോഹിതന്മാരെ പുറത്തു നിർത്തി ശുശ്രൂഷ കഴിഞ്ഞ അടക്കത്തിന് വേണ്ടി മാത്രം അകത്ത് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭ എതിർക്കാനും സാധ്യതയില്ല. പള്ളിയുടെ അവകാശം സംബന്ധിച്ചുള്ള കോടതി വിധികൾ അംഗീകരിച്ചുകൊണ്ട് ആ സെമിത്തേരിയുടെ കസ്റ്റോഡിയനും ആ സഭ തന്നെയാണ് എന്നതും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ നിയമപ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും യാക്കോബായ സഭ, വിജയൻ പറഞ്ഞതുപോലെ യാക്കോബായ സഭ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവരുടെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ യാക്കോബായ സഭയെ പ്രതിനിധീകരിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കാര്യത്തിൽ ഓർഡിനൻസ് എന്താണ് പറയുന്നത് എന്നതിൽ ഒരു വ്യക്തത വരട്ടെ, അതിനുശേഷം നിലപാട് അറിയിക്കാമെന്നാണ്. ഏതായാലും സഭാ തർക്കത്തിൽ ആശ്വാസം നൽകുന്ന തരത്തിൽ, യാക്കോബായ സഭയ്ക്ക് ആശ്വാസം നൽകുന്ന തരത്തിൽ ഒരു ഓർഡിനൻസിനെ കുറിച്ചാണ് സർക്കാർ ആലോചിച്ചതും ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ, അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് നോക്കാം. ന്യൂസ് ട്രാക്ക് 1710ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. സഭാതർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ മൃതദേഹം സംസ്കരിക്കാൻ നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ. കുടുംബ കല്ലറയുള്ള പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിന് ശവസംസ്കാരത്തിന് അനുമതി. സംസ്കാര ശുശ്രൂഷകൾ പള്ളിക്കു പുറത്ത് നടത്തി സെമിത്തേരിയിൽ സംസ്കരിക്കാം. നിയമനിർമ്മാണം വേണ്ടിവന്നത് സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയെന്ന് മുഖ്യമന്ത്രി. പൗരത്വ നിയമ ഭേദഗതിയിലെ സംസ്ഥാന പ്രതിഷേധം രാജ്യം ശ്രദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി. നിയമസഭയ്ക്ക് സഭയുടേതായ അവകാശങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഭരണഘടനാ മര്യാദകൾ ലംഘിക്കുന്നുവെന്ന് BJP. പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മറികടക്കാൻ കേന്ദ്ര നീക്കം. സംസ്ഥാനങ്ങളെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കും. ഏകോപനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ. ജമ്മുകാശ്മീരിലെ നൌഷേരയിൽ പാക് നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെ 2 സൈനികർക്ക് വീരമൃത്യു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഏതു വെല്ലുവിളി നേരിടാനും സേന സജ്ജമെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് നരവേന. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയായി ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റു. സൈന്യം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉചിതമെന്ന് റാവത്ത്. രാജ്യത്തിന്റെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയായ ചന്ദ്രയാൻ 3 കേന്ദ്രത്തിന്റെ അനുമതി. വിക്ഷേപണം ഈ വർഷം. ഗഗൻയാൻ ദൗത്യവും ഈ വർഷം തന്നെയെന്ന് ISRO ചെയർമാൻ. ബഹിരാകാശ യാത്രികർക്ക് റഷ്യയിൽ പരിശീലനം. കവിയൂർ കേസിൽ CBIക്ക് തിരിച്ചടി. 4ാമത്തെ അന്വേഷണ റിപ്പോർട്ടും തിരുവനന്തപുരം CBI പ്രത്യേക കോടതി തള്ളി. പെൺകുട്ടിയെ അച്ഛനോ ബന്ധത്തിലുള്ളവരോ ആകാം പീഡിപ്പിച്ചതെന്ന കണ്ടെത്തലിന് തെളിവില്ലെന്ന് കോടതി. തുടരന്വേഷണത്തിനും ഉത്തരവ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഗവർണർ നിയമോപദേശം തേടുന്നു. നടപടി മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ പ്രോസിക്യൂഷൻ അപേക്ഷയിൽ. അഡ്വക്കേറ്റ് ജനറലിനോട് രാജ്ഭവനിലെത്താൻ ഗവർണറുടെ നിർദ്ദേശം. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനെതിരെ പരിസരവാസികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നാട്ടുകാർ. സഭാ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ മൃതദേഹം അടക്കം ചെയ്യുന്നതിൽ നിയമനിർമ്മാണവുമായി സർക്കാർ. മൃതദേഹം അതത് പള്ളിയിൽ സംസ്കരിക്കാൻ സഭാ തർക്കം ബാധകമാകില്ല. ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി. കുടുംബക്കലഹ പള്ളിയിൽ അടക്കാൻ അവകാശം നൽകുന്നതാണ് ഓർഡിനൻസ്.
ഇടവകയിലുള്ള ഏതംഗം മരിച്ചാലും കുടുംബാംഗങ്ങൾക്ക് ആ ഇടവകയുടെ പള്ളി സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്യാൻ സാവകാശം ലഭിക്കും. ഈ ഓർഡിനൻസ് അനുസരിച്ച് ആ സ്ഥലത്ത് സെമിത്തേരിയിൽ അവർക്ക് അടക്കം ചെയ്യാൻ അവകാശമുണ്ടായിരിക്കും. മരണമടഞ്ഞ ഇടവക അംഗത്തിന്റെ ബന്ധുക്കൾക്ക് മരണാനന്തര ചടങ്ങുകൾ ആ ഇടവക പള്ളി സെമിത്തേരിയിൽ വേണ്ടെന്ന് വെക്കാനും അവർക്ക് താൽപ്പര്യമുള്ള പുരോഹിതനെ കൊണ്ട് അവർ തെരഞ്ഞെടുക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ മരണാനന്തര ചടങ്ങുകൾ നടത്താനും അവകാശമുണ്ടാകും. വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ദിലീപ്, ഇത്തരമൊരു ഓർഡിനൻസ് വേണ്ടി വന്നത് എല്ലാ സമവായ നീക്കങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓർഡിനൻസിൽ പറയുന്നത്? ഇത് പ്രശ്നപരിഹാരത്തിന് ഉതകുമെന്നാണോ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കരുതുന്നത്? വിജയൻ, കഴിഞ്ഞ സുപ്രീം കോടതി വിധിക്കു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ പിന്നീട് മൃതദേഹങ്ങളുടെ സംസ്കാരം ഒരു വലിയ വിഷയമായി തീർന്നത്. പല പള്ളികളിലും യാക്കോബായ വിശ്വാസികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പ്രത്യേകിച്ച് കായംകുളം കട്ടച്ചിറ പള്ളിയിൽ തന്നെ ഏതാണ്ട് ഒരു മാസത്തിലേറെ ഒരുയുടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയാതെ സൂക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ യാക്കോബായ സഭ നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, ഗവർണറെ കണ്ടിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ മന്ത്രിസഭാ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നിയോഗിച്ചിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭ ഈ ചർച്ചയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ക്രൈസ്തവ സഭയിലെ വിവിധ മേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഒരു സമിതി രൂപീകരിച്ചെങ്കിലും ആ സമിതിയുമായും ചർച്ചയ്ക്ക് ഓർത്തഡോക്സ് സഭ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഓർഡിനൻസായി എത്രയും വേഗം തന്നെ ഇത് പുറത്തിറക്കുന്നതിനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം. കുടുംബ കല്ലറയുള്ള പള്ളികളിൽ അവിടെ തന്നെ സംസ്കരിക്കാം. പക്ഷേ ഈ പള്ളികളുടെ നടത്തിപ്പിനുള്ള അധികാരം നേരത്തെയുള്ള സുപ്രീം കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് സഭയ്ക്കാണ്. അതുകൊണ്ട് പള്ളിക്കകത്ത് യാക്കോബായ പക്ഷത്തെ വൈദികർക്ക് മൃതദേഹത്തിന്റെ ശുശ്രൂഷ നടത്താൻ കഴിയില്ല. പള്ളിക്ക് പുറത്തു വെച്ച് ശുശ്രൂഷ നടത്തിയതിനു ശേഷം അവർക്ക് ഈ കല്ലറയിൽ കൊണ്ടുവന്ന് മൃതദേഹം അടക്കം ചെയ്യാം എന്നാണ് ഈ ഓർഡിനൻസിൽ പറയുന്നത്. അതേസമയം പള്ളിക്ക് പുറത്തു വെച്ച് തന്നെ ശുശ്രൂഷ നടത്തി പള്ളിക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സംസ്കരിക്കാം. ഈ കുടുംബക്കല്ലറയുള്ള പള്ളികളിൽ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ പള്ളിക്ക് പുറത്തു വെച്ച് യാക്കോബായ വിഭാഗം വൈദികർ ശുശ്രൂഷ നൽകിയതിനു ശേഷം മൃതദേഹം അവിടെ അടക്കം ചെയ്യാമെന്നാണ് ഈ ഓർഡിനൻസിലുള്ളത്. ഇത് ആരെങ്കിലും തടയുകയാണെങ്കിൽ, ഇത്തരം പ്രവൃത്തികൾ തടയുകയാണെങ്കിൽ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കും. ഈ ഓർഡിനൻസിലെ വിവരങ്ങൾ നേരത്തെ ദിലീപ് റിപ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രതികരണങ്ങൾ ബ്രേക്കിംഗ് അവേഴ്സിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കാനും യാക്കോബായ പുരോഹിതന്മാരെ പള്ളി സെമിത്തേരിയിലേക്ക് പ്രവേശിപ്പിക്കാനും സർക്കാർ നടത്തുന്ന ശ്രമമാണ് ഈ നിയമത്തിന് പിന്നിലുള്ളത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓർഡിനൻസിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ യാക്കോബായ പുരോഹിതർക്ക് അകത്ത് കടക്കാൻ കഴിയില്ല. അവർ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്ത ശേഷം സംസ്കരിക്കാൻ വേണ്ടി മാത്രം സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക എന്ന നിലയിലാണല്ലോ. അപ്പോൾ ഇത് യാക്കോബായ വിഭാഗം ഇതിനെ സ്വീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗോപി, ഇരു വിഭാഗങ്ങളും ഇതിനെ സ്വീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യണം എന്ന ആഗ്രഹം യാക്കോബായ വിഭാഗത്തിലുള്ള മരിക്കുന്നവരുടെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കണം എന്ന ആഗ്രഹമാണ് യാക്കോബായ വിഭാഗത്തിന് പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിന് ഓർത്തഡോക്സ് വിഭാഗം നേരത്തെ നിന്നത് ഇത്തരത്തിലൊരു ഈ ശവമടക്കം അവിടെ നടത്തണമെങ്കിൽ, പള്ളി സെമിത്തേരിയിൽ നടത്തണമെങ്കിൽ അതിന് ഓർത്തഡോക്സ് സഭയുടെ ആചാരങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ഇവർ തയ്യാറായി എന്ന നിലയിൽ ഒപ്പിട്ട് നൽകണം എന്നായിരുന്നു. ഇതിനെയാണ് യാക്കോബായ പക്ഷം എതിർത്തിരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കടമ്പയായിരുന്നത്. മറുവശത്താകട്ടെ നേരത്തെ ഓർത്തഡോക്സ് സഭാ വിഭാഗം നേതാക്കൾ പ്രതികരിച്ചിരുന്നത് തന്നെ പള്ളിക്കകത്ത് ഇത്തരത്തിലുള്ള ശുശ്രൂഷ നടത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൂടി തൃപ്തികരമായ നിലയിലായിരിക്കും ഈ നിയമനിർമ്മാണം എന്ന് പറയേണ്ടി വരും. ഗോപി,
വി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ ഓഡിയൻസിന്റെ വിശദാംശങ്ങൾ നൽകിയത്. യാക്കോബായ സഭ വിശ്വാസികളെ സംബന്ധിച്ച് ആശ്വാസം പകരുന്നതാണ് സർക്കാരിന്റെ ഈ ഇടപെടൽ. ശവസംസ്കാരത്തിന് അനുമതി നൽകുന്നു, അതായത് കുടുംബ കല്ലറുകളിൽ ശവസംസ്കാരം നടത്താം, പക്ഷേ ശുശ്രൂഷകളെല്ലാം പള്ളിക്ക് പുറത്ത് നടത്തിയ ശേഷം അടക്കം മാത്രം ഈ പള്ളി സെമിത്തേരിയിൽ നടത്താൻ അനുമതി നൽകുന്നതാണ് ഈ ഓർഡിനൻസ്. അതിനുള്ള മറ്റ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമമാണ് സുപ്രീം കോടതി വിധിയെന്നും ഈ വിധി അട്ടിമറിക്കാൻ നിയമവിരുദ്ധമായി സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. സർക്കാർ ഓർഡിനൻസ് അതിൽ നീക്കം നടത്തിയാൽ അതിനെ നിയമപരമായി നേരിടുമെന്നാണ് സഭാ വക്താവ് അറിയിച്ചത്. ശവസംസ്കാരം സംബന്ധിച്ച നിർദ്ദേശങ്ങളും സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ടെന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ഇക്കാര്യത്തിൽ. രാജ്യത്തിൻ്റെ നിയമമാകുന്ന സുപ്രീം കോടതിയെ അട്ടിമറിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ അത് രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി മാത്രമേ ഞങ്ങൾക്കതിനെ കാണുവാനായി സാധിക്കുകയുള്ളൂ. പൗരത്വ നിയമ ഭേദഗതിയിലെ സംസ്ഥാന പ്രതിഷേധം രാജ്യം ശ്രദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി. നിയമസഭയ്ക്ക് സഭയുടേതായ അവകാശങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയാണ് നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ നിയമസഭാ നടപടികൾ അതീവ ഗൗരവമായി വീക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. നാം അംഗീകരിച്ച പ്രമേയം രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെ നിയമസഭ പ്രതികരിച്ചത് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാജ്യവും പൊതുവെ വലിയ തോതിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ രാജ്യസഭ എന്ന് പറഞ്ഞാലും ലോക്സഭ എന്ന് പറഞ്ഞാലും ഒക്കെ അത് സാധാരണ നിയതമായ ചില ചട്ടങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതല്ലേ. ഈ നമ്മുടെ സംസ്ഥാനത്തെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ നിയമസഭകൾക്കുള്ള പ്രത്യേക പരിരക്ഷയുണ്ട്. അത് പ്രത്യേകം കാണണ്ടേ. അതൊന്നും ലംഘിച്ചു പോകാൻ കഴിയില്ല. അത് ലംഘിച്ചു പോകുന്ന അവസ്ഥ വന്നാൽ രാജ്യത്തുള്ള പൊതു സാഹചര്യം അട്ടിമറിയുന്നതാണ് അതിന്റെ അർത്ഥം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ മര്യാദകൾ ലംഘിച്ചെന്ന് BJP MP GVL നരസിംഹറാവു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണെന്നും GVL നരസിംഹറാവു 24-നോട് പറഞ്ഞു. പാർലമെന്റിന്റെ അധികാരങ്ങളിൽ കേരള മുഖ്യമന്ത്രി കൈകടത്താൻ ശ്രമിച്ചു. ഗുരുതരമായ ചട്ടലംഘനം പിണറായി വിജയൻ നടത്തിയെന്നും GVL നരസിംഹറാവു ഡൽഹിയിൽ 24-നോട് പറഞ്ഞു. What Pinarayi Vijayan has done is an affront, is an insult to India's parliament. No chief minister and no state assembly shall comment on the proceedings of the parliament, be it Rajya Sabha or Lok Sabha. The resolution passed in Kerala assembly is infructuous. It has no value. It is certainly it's a political stunt. Citizenship, let Pinarayi Vijayan give citizenship to one man that he likes from outside. He is such a great man. He thinks I have all the MLAs in state assembly. Let him give one citizenship to any foreigner coming from anywhere in the country. Let him say I have the power. He doesn't have. സംസ്ഥാന നിയമസഭ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്നലെ പാസാക്കിയ പ്രമേയത്തിനെതിരെ ആണ് BJPയുടെ രാജ്യസഭാംഗം GVL നരസിംഹറാവു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. B ദിലീപ് കുമാറും അതോടൊപ്പം തന്നെ R രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നൽകാനായുണ്ട്. രാധാകൃഷ്ണൻ, പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിയിലെ അംഗമാണ് രാജ്യസഭാംഗമായ GVL നരസിംഹറാവു. കേരള നിയമസഭ ഇങ്ങനെയൊരു പ്രമേയം പാസാക്കുന്നത് നിയമസഭയ്ക്കുള്ള പ്രത്യേക പരിരക്ഷയും അവകാശവും വെച്ചാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്ത് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്താണ് GVL നരസിംഹറാവുവിന്റെ ആക്ഷേപം? എങ്ങനെയാണ് ഇത് സഭയുടെ അവകാശങ്ങളുടെ ലംഘനം, പാർലമെന്റിന്റെ അവകാശങ്ങളുടെ ലംഘനമായി മാറുന്നത്? എന്താണ് അദ്ദേഹം സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന പരാതി? ചെയർമാന് നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് GVL നരസിംഹറാവു ഇന്ന് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഒരു നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ഒരു നിയമം, ആ നിയമത്തിന് എതിരായിട്ട് മറ്റൊരു സഭയ്ക്ക് ഒരു പ്രമേയം പാസാക്കാനായിട്ടുള്ള അധികാരം ഇല്ല. ഇത് ഭരണഘടനയുടെ പല അനുച്ഛേദത്തിലും വ്യക്തമാക്കിയിട്ടുള്ള
വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിന് വിപരീതമായിട്ടാണ് കേരള നിയമസഭ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഒരു പ്രമേയമല്ലാതെ മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ പാസാക്കാനുള്ള അധികാരം നിയമസഭകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ലോക്സഭയ്ക്കാണെങ്കിൽ രാജ്യസഭയ്ക്കുണ്ട്, രാജ്യസഭയാണെങ്കിൽ ലോക്സഭയ്ക്കുണ്ട്. പക്ഷേ അതൊരു പ്രമേയമായി പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു നിയമത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് രാജ്യസഭയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടി തന്നെയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനയുടെ 11ാമത്തെ അനുച്ഛേദം, അത് ഏതൊരു പൗരനും പൗരത്വം നൽകാനായിട്ടുള്ള അവകാശം, അതുമായി ബന്ധപ്പെട്ട ചട്ടമുണ്ടാക്കാനുള്ള അവകാശം, അത് പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യരുതും എന്നത് ഈ അനുച്ഛേദം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ പ്രമേയത്തിലൂടെ എന്നുള്ളതാണ്. അദ്ദേഹം വഹിക്കുന്നത് ഭരണഘടനാ പദവി ആയതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് GVL നരസിംഹറാവു BJPക്ക് വേണ്ടി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നിയമമാണ് ഇത് എന്നത് പ്രമേയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ രാജ്യസഭയും ലോക്സഭയും പാസാക്കിയ ഒരു ബില്ല് അത് നിയമവിരുദ്ധമാണെന്ന് ഒരു മുഖ്യമന്ത്രി ഒരു പ്രമേയത്തിലൂടെ പറയുമ്പോൾ അത് ഭരണഘടനാപരമായി അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് തന്നെ എതിരാണെന്നാണ് GVL നരസിംഹറാവു BJPക്ക് വേണ്ടി വ്യക്തമാക്കുന്നത്. നിയമം ഈ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്ന ജോലിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യമുണ്ട്. അത് പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്നതിനെ മുൻനിർത്തിയാണ്. അനുബന്ധമായി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJPക്ക് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു നിയമസഭ പിണറായി വിജയന് എതിരായി അദ്ദേഹത്തിനെ വ്യക്തിപരമായി ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രമേയം പാസാക്കിയാൽ ആ പ്രമേയം അംഗീകരിക്കാൻ പിണറായി വിജയന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ നിഷ്പ്രയാസം തങ്ങൾക്കതിന് സാധിക്കുമെന്നും പിണറായിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പിണറായി വിജയനെയും കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പരസ്പര ബഹുമാനം വേണമെന്ന സാമാന്യ തത്വത്തിലാണ് പിണറായി വിജയൻ കടക്കൽ കത്തിവെച്ചിരിക്കുന്നത് എന്നതാണ് GVL നരസിംഹറാവുവിന്റെ വാദം. ഇതിനെയാണ് അദ്ദേഹം പാർലമെന്റിന്റെ രാജ്യസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത്. നോട്ടീസ് നൽകി കഴിഞ്ഞു. നാളെ സമിതി ചേരും. ഈ വിഷയവുമായി മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശത്തിൽ താൻ ഉറച്ചു നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇത് GVL നരസിംഹറാവുവിന്റെ തീരുമാനം മാത്രമല്ല, BJP കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനമാണ്. കമ്മിറ്റിയിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായാൽ പിണറായി വിജയനെ വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി രാജ്യസഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് സാധിക്കും. ഉപരാഷ്ട്രപതി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദിലീപ്, ഇതിപ്പോൾ BJP ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് GVL നരസിംഹറാവു ഇന്നലെ രാജ്യസഭാ ചെയർമാന് നൽകിയ പരാതി. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു 24 നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു അറ്റാക്ക് ചെയ്യുന്ന, ഒരു ആക്രമിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല. അദ്ദേഹം കേരള നിയമസഭയുടെ പ്രിവിലേജിനെ പറ്റി സംസാരിച്ച് ഈ വിഷയത്തെ കുറച്ച് ലൈറ്റാക്കിയാണ് ഇന്ന് അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? വിജയ, ഇക്കാര്യത്തിൽ BJP അംഗം GVL നരസിംഹറാവു നൽകിയ അവകാശ ലംഘന നോട്ടീസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് ഇന്ന് വ്യക്തമായത്. നിയമസഭയുടേതായ ചില അധികാരങ്ങളുണ്ട്. രാജ്യത്തിപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ എന്ത് നടക്കും എന്ന് പ്രവചിക്കാനാവില്ല. പക്ഷേ നേരത്തെയുള്ള കീഴ്വഴക്കങ്ങൾ ഇങ്ങനെയല്ല. ഇക്കാര്യത്തിൽ ലോക്സഭയും രാജ്യസഭയും പ്രവർത്തിക്കുന്നത് ചില നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വരട്ടെ കാണാം എന്ന നിലയിലുള്ള പ്രതികരണം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം ഈ വിഷയത്തിൽ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. ഗവർണറുടേത് വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടാൽ മതി. രാജ്യത്ത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ BJP നേതാക്കളും ഒക്കെ അഭിപ്രായം പറയുന്നു. അത്തരത്തിൽ ഗവർണറുടേതായ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ വിഷയത്തിൽ നടത്തുന്നു എന്നതാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തുന്ന പരാമർശങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. വിജയൻ. ദിലീപ് കുമാറും R രാധാകൃഷ്ണനും തിരുവനന്തപുരത്തും ഡൽഹിയിൽ നിന്നുമാണ് ഈ വാർത്തയുടെ ഇരു വിഭാഗങ്ങളും നൽകിയത്.
ഏതായാലും GVL നരസിംഹറാവു ഈ വിഷയത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ സഭയിൽ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര നിയമത്തിനെതിരെ രംഗത്ത് വന്നതിനെ അത് അവകാശങ്ങളുടെ ലംഘനമായാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പരാതിയാണ് GVL നരസിംഹറാവു ഉന്നയിച്ചിട്ടുള്ളത്. അത് കേരള നിയമസഭയ്ക്ക് അതിൻ്റെതായ സവിശേഷമായ അധികാരമുണ്ട്, അതാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന വിശദീകരണമാണ് പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകാം. അതെ, പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനം മതം തന്നെയാണെന്നും ഇന്ത്യയുടെ ഭാഗമായിരുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലെ മതപീഡനം തന്നെയാണ് നിയമത്തിന്റെ ആധാരമെന്നും കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ പറഞ്ഞു. നിയമം നടപ്പാക്കാൻ കേരളത്തിനും ബംഗാളിനും ഭരണഘടനാ ബാധ്യതയുണ്ടെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട പൗരത്വ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടന അനുസൃതമാണെന്നും അർജുൻ റാം മെഘ്വാൾ 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. They have a state religion. Yeah. Pakistan is a Islamic country. Bangladesh is also Islamic country. Or Afghanistan is also Islamic country. That is why it's come under the reasonable classification. പൗരത്വ നിയമ ഭേദഗതി മതവിഭജന ചരിത്രത്തിന്റെ അനന്തരഫലമാണെന്നും നിയമനിർമ്മാണത്തിൽ മതം പരിഗണിക്കപ്പെട്ടുവെന്നുമാണ് കേന്ദ്ര ഖനവ്യവസായ പാർലമെന്ററി കാര്യമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞത്. പാർലമെന്റിന് നിയമനിർമ്മാണാവകാശമുള്ള യൂണിയൻ പട്ടികയിലാണ് പൗരത്വം ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന് റോളില്ല. കേന്ദ്ര നിയമത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. There will not be any exercise for NPR or if it comes NRC. When NPR will start in April, every government has to do it. That means if the state government fails to do this, what will be the next option for the union government? Every government has to follow it. It is a constitutional obligation of every state government. It is elected government. Yeah. മൻമോഹൻ സിംഗ് കൊണ്ടുവരുമ്പോൾ അംഗീകരിക്കുകയും മോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ എതിർക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭത്തിനാണെന്നും മേഘ്വാൾ വിമർശിച്ചു. Manmohan Singh supported this move of Atal Bihari Vajpayee. Okay, it is a good move, but the Hindus coming from Bangladesh should be included. Then who was the leader of the Congress party in the Rajya Sabha? Dr. Manmohan Singh. പൗരത്വ നിയമ ഭേദഗതി സുപ്രീം കോടതിയിൽ ശരിവയ്ക്കപ്പെടുമെന്ന് ആത്മവിശ്വാസമുണ്ട്. NPR ആദ്യം നടപ്പാക്കിയത് കോൺഗ്രസ് സർക്കാരാണ്. ഇപ്പോൾ അതിനെ കോൺഗ്രസ് എതിർക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ബിക്കാനീർ എറണാകുളം എക്സ്പ്രസ് തിരുവനന്തപുരം വരെ നീട്ടുമെന്ന് 24നോട് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകുന്നേരം 4:30 24-ൽ കാണാം. 24 കൊച്ചി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകളെ പ്രതിരോധിക്കാൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. നടപടികൾ സ്വീകരിക്കേണ്ട ഉചിതാധികാര സ്ഥാനത്ത് നിന്ന് ജില്ലാ മാജിസ്ട്രേറ്റിനെ മാറ്റാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെയാകും പകരം ഉചിതാധികാരിയാകുക. പൗരത്വ രജിസ്ട്രേഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാകും ഇനി മുതൽ നടത്തുക. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായുള്ള നടപടികൾ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻവിധി. ഈ സാഹചര്യത്തിലാണ് ഒരു മുഴം മുന്നേയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി. പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടികളുടെ നിയന്ത്രണവും മേൽനോട്ടവും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും ഇനി മുതൽ നടത്തുക. ഇതിനായി നിലവിലുള്ള ഉചിതാധികാരി സ്ഥാനത്ത് നിന്ന് ജില്ലാ മജിസ്ട്രേറ്റുമാരെ ഒഴിവാക്കും. അതത് ജില്ലകളിലെ ഒരു മുതിർന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാകും പകരം ചുമതല. പൗരത്വ അപേക്ഷ സ്വീകരിക്കുന്നതടക്കമുള്ള നടപടികളും തീരുമാനവും പ്രസ്തുത കേന്ദ്ര സർക്കാർ അധികാരിയുടെ മേൽനോട്ടത്തിലാകും പൂർത്തിയാക്കുക. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉചിതാധികാരിയായി പരിഗണിക്കാൻ മുൻഗണന നൽകാനാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ധാരണ. പുതിയ ക്രമീകരണം വഴി നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ എല്ലാ എതിർ നിലപാടുകളെയും മറികടക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിനൊപ്പം പൗരത്വ നടപടിക്രമങ്ങളുടെ അപേക്ഷ, രേഖാസമർപ്പണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ വഴിയാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. NPR ചോദ്യാവലിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. അച്ഛന്റെയും അമ്മയുടെയും ജന്മസ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യാവലിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. 2020 ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിൽ NPR നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ചോദ്യാവലിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ച വർഷത്തിലെ സെപ്റ്റംബർ മാസത്തിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ചോദ്യാവലികളിൽ പരീക്ഷണാർത്ഥമുള്ള വിവരശേഖരണം നടന്നിരുന്നു. രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 74 ജില്ലകളിലായിരുന്നു വിവരശേഖരണം. 30 ലക്ഷം പൗരന്മാരിൽ നിന്നും ചോദ്യാവലികൾ പൂരിപ്പിച്ചു വാങ്ങി. 21 ചോദ്യങ്ങൾ അടങ്ങിയതായിരുന്നു പട്ടിക. അച്ഛന്റെയും അമ്മയുടെയും ജന്മസ്ഥലം ഏതെന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പട്ടികയിൽ ഉണ്ടായിരുന്നു. ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം തൃപ്തികരമാണെന്ന വിലയിരുത്തലാണ് ബന്ധപ്പെട്ട ഏജൻസി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 21 ചോദ്യങ്ങൾ അടങ്ങിയ പട്ടികയുമായി മുന്നോട്ടു പോകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം.
2020 ഏപ്രിലിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്ന വിധത്തിൽ സെൻസസ് നടപടികൾക്കൊപ്പമാകും ജനസംഖ്യാ രജിസ്റ്ററിന്റെയും വിവരശേഖരണം നടക്കുക. NBRനോട് കേരളവും ബംഗാളും പഞ്ചാബും അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങൾ സഹകരിക്കുന്നില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങളിലും എന്നാൽ ജനസംഖ്യാ രജിസ്റ്റർ നടപടികളുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിലവിൽ 2015 തയ്യാറാക്കിയ ജനസംഖ്യാ രജിസ്റ്ററിൽ 119 കോടി പൗരന്മാരുടെ സ്ഥിതിവിവരങ്ങളാണുള്ളത്. ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലന പരിപാടികൾ അടുത്ത മാസത്തോടെ ആരംഭിക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾക്കും വിവിധ മന്ത്രാലയങ്ങൾ തുടക്കമിട്ടിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റു. സൈന്യം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് ബിപിൻ റാവത്ത് വ്യക്തമാക്കി. പുതിയ കരസേനാ മേധാവിയായി ജനറൽ MM നരാവനെയും ചുമതലയേറ്റു. അതേസമയം കശ്മീരിലെ നൌഷേര സെക്ടറിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചു. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പ്രൗഢഗംഭീരമായ ചടങ്ങോടെയാണ് ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റത്. കര, വ്യോമ, നാവികസേനാ വിഭാഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. 3 സേനാ വിഭാഗത്തിന്റെ മേധാവികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനമേൽക്കൽ. രാവിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ജനറൽ ബിപിൻ റാവത്ത് പുഷ്പചക്രം അർപ്പിച്ചു. സൈന്യം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് ബിപിൻ റാവത്ത് പറഞ്ഞു. 3 സേനാ വിഭാഗങ്ങളും ഒരു ടീമായി പ്രവർത്തിക്കും. നിഷ്പക്ഷ സമീപനമായിരിക്കും സ്വീകരിക്കുക. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞു. The CDS will remain neutral. He will be neutral to all the 3 services within his own service, and therefore my head is certainly feeling lighter. സുസജ്ജമായിരിക്കുന്നതിനാണ് മുൻഗണനയെന്ന് കരസേനാ മേധാവിയായി ചുമതലയേറ്റ ജനറൽ MM നരാവനെ വ്യക്തമാക്കി. MB പ്രദീപ് കുമാർ, 24, ഡൽഹി. ഈ മണിക്കൂറിലെ മറ്റു വാർത്തകൾ പരിശോധിക്കാം. ന്യൂസ് ട്രാക്ക് വളരെ ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം. ന്യൂസ് ട്രാക്ക് തുടരുന്നു. കവിയൂർ കേസിൽ CBIയുടെ 4ാമത്തെ അന്വേഷണ റിപ്പോർട്ടും തള്ളി കോടതി. പെൺകുട്ടിയെ അച്ഛനോ ബന്ധത്തിലുള്ള മറ്റാരെങ്കിലുമോ ആകാം പീഡിപ്പിച്ചതെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയുടേതാണ് നടപടി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഷഫീദ്, ഈ 4ാമത് കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിലും CBI പുതുതായി ഒന്നും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ അന്വേഷണ റിപ്പോർട്ടുകളിൽ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. കോടതി വീണ്ടും അന്വേഷിക്കാനാണ് CBIയോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലേ? അതുതന്നെയാണ് വിജയകുമാർ. കവിയൂർ കേസിൽ 16 വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒരു തുടരന്വേഷണത്തിന് വഴി തുറന്നുകൊണ്ടാണ് കോടതി ഇന്ന് CBIയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയത്. 2004 സെപ്റ്റംബർ 28-ന് കവിയൂർ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണൻ നമ്പൂതിരിയെയും ഭാര്യയും 3 മക്കളെയും 2004-ലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ആത്മഹത്യ എന്നായിരുന്നു നിഗമനം. ശേഷം CBI ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി. ഈ നാരായണൻ നമ്പൂതിരിയുടെ മൂത്ത മകൾ പീഡിപ്പിക്കപ്പെട്ടതായും കണ്ടെത്തിയിരുന്നു. ഈ CBI നടത്തിയ ആദ്യ 3 അന്വേഷണത്തിന്റെയും റിപ്പോർട്ടുകളിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഈ 3 കണ്ടെത്തലുകളും കോടതി തള്ളി. അതിനുശേഷം ഈ നാരായണൻ നമ്പൂതിരിയുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഹർജിയെ തുടർന്നായിരുന്നു കോടതിയുടെ ഈ നടപടികളെല്ലാം. ശേഷം വീണ്ടും ഒരു 4ാമത്തെ തുടരന്വേഷണത്തിന് റിപ്പോർട്ട് ഇട്ടു. ആ 4ാമത്തെ തുടരന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടും കോടതി തള്ളി. തുടരന്വേഷണത്തിന് സാധ്യത അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേസിൽ ഏക പ്രതിയായ ലതാ നായർ പ്രമുഖ രാഷ്ട്രീയക്കാർക്കടക്കം ഈ പെൺകുട്ടിയെ കാഴ്ചവെച്ചുവെന്നും പെൺകുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും ഇതിൽ മനം നൊന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ബന്ധുക്കൾ നിഗമനം. ഏതായാലും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കവിയൂർ കേസിൽ ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വിജയകുമാർ. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അപേക്ഷയിൽ ഗവർണർ നിയമോപദേശം തേടി. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരായ പ്രോസിക്യൂഷൻ അപേക്ഷയിലാണ് നടപടി. അഡ്വക്കേറ്റ് ജനറലിനോട് രാജ്ഭവനിലെത്തണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകി. വിശദാംശങ്ങൾ S. ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, എപ്പോഴാണ് അഡ്വക്കേറ്റ് ജനറൽ ഗവർണറെ കാണുന്നത്? ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തുടർ നടപടികൾ ഉണ്ടാകുമോ? ഇബ്രാഹിം കുഞ്ഞിനെതിരായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് സർക്കാർ ആ ഫയലിൽ കാലതാമസം വരുത്തുന്നത് കൊണ്ടാണെന്ന് വിജിലൻസ് തുടർച്ചയായി ഹൈക്കോടതി അറിയിച്ചിരുന്നല്ലോ. വിജയൻ, അടുത്ത ദിവസം തന്നെ AG സുധാകര പ്രസാദ് ഗവർണറെ കാണും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 3 മാസമായി ഈ ഫയൽ ഗവർണറുടെ ഓഫീസിൽ പെൻഡിംഗ് ആയിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരായ മുഴുവൻ രേഖകളും
ഗവർണറുടെ ഓഫീസിനെ കൈമാറിയതാണ്. ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൈമാറിയത്. നേരത്തെ വിജിലൻസിന്റെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി ഗവർണറുടെ ഓഫീസ് ചർച്ച നടത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ AGയോട് നിയമോപദേശം തേടുന്നത്. പുതിയ നിയമ ഭേദഗതി പ്രകാരം മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഗവർണറുടെ അനുമതി നിർബന്ധമാണ്. അതിനാൽ കൂടി തന്നെയാണ് വിജിലൻസ് കാത്തിരുന്നത്. പലതവണ നമ്മൾ വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഗവർണറുടെ ഓഫീസ് ഈ കാര്യത്തിൽ അനുമതി നൽകിയാലല്ലാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ വിഷയത്തിൽ ഗവർണർ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു. AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരുപക്ഷെ ഗവർണർ അനുമതി നൽകിയേക്കാം. ശ്രീകാന്ത്, നേരത്തെ തന്നെ വിജിലൻസിനുണ്ടായിരുന്ന ഒരു പരാതി പ്രോസിക്യൂഷന് വേണ്ടിയുള്ള പ്രോസിക്യൂട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകിയ ശേഷവും ഗവർണറുടെ ഓഫീസിൽ നിന്ന് കാലതാമസം ഉണ്ടാകുന്നതാണ്. VK ഇബ്രാഹിം കുഞ്ഞിന് സംരക്ഷണ വലയം തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപമൊക്കെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയത്തെ സർക്കാർ കാണുന്നത്? ഗോപി, നേരത്തെ തന്നെ സർക്കാർ ഇത് ഗവർണറുടെ ഓഫീസിന് കൈമാറിയതാണ്. വിജിലൻസ് ആദ്യം സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ഗവർണറുടെ ഓഫീസിന് കൈമാറുകയാണ് ചെയ്തത്. ഗവർണർ അനുമതി നൽകുന്നതോടുകൂടി മാത്രമേ ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വിജിലൻസിന് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ ഫയൽ 3 മാസം ഗവർണറുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ ഓഫീസ് ഇത് തീരുമാനമെടുക്കാതെ 3 മാസം വൈകിപ്പിക്കുകയായിരുന്നു. ഇതിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ചില ആക്ഷേപങ്ങൾ പോലും ഇതിനിടെ ഉയർന്നു വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഗവർണറുടെ ഓഫീസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ ഈ വിഷയത്തിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഗവർണറുടെ ഓഫീസ് എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ശ്രീകാന്ത് നിങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്ത്രീ യാത്രക്കാർക്ക് നഗരസഭകളിൽ പ്രഭാത ഭക്ഷണം അടക്കമുള്ള താമസ സ്ഥലം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെമ്പാടും 12,000 പൊതു ശുചിമുറികൾ നിർമ്മിക്കും. പെട്രോൾ പമ്പുകളിൽ സ്ത്രീ സൗഹൃദ ശുചിമുറികൾ സ്ഥാപിക്കും. റേഷൻ കാർഡ് ഇല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കാർഡ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സ്ത്രീ ഒറ്റക്കോ ഒരു കുഞ്ഞോട് കൂടിയോ ചെന്നാൽ താമസിക്കാനുള്ളൊരു സ്ഥലം, അത് സുരക്ഷിതമായിരിക്കണം. അവിടെ താമസിക്കാൻ കഴിയണം. പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കിട്ടണം. ആവശ്യമായ കുളിക്കാനും മറ്റുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ പ്രധാന പട്ടണ പ്രദേശങ്ങളിലും ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നഗരസഭകൾ അതിന് നല്ല തോതിൽ ഇടപെടേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അതൊരു പ്രത്യേക പദ്ധതിയായി ഈ വർഷം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന പരാതികൾ ഇക്കൊല്ലം തീർപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. താലൂക്കുകളിൽ അദാലത്തുകൾ നടത്തുമെന്നും കളക്ടർമാർക്കായിരിക്കും ഇതിന്റെ ചുമതലയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ വ്യാപകമാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ പരാതികൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഈ വർഷം അത്തരം പരാതികൾ മുഴുവൻ തീർപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. അതിൽ സംസ്ഥാനത്താകെ അത് വേണം. കലക്ടർമാരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോൾ കലക്ടർമാർ താലൂക്ക് തലത്തിലുള്ള അദാലത്തുകൾ നടത്തണം. ചിലതിൽ മന്ത്രിമാരും പങ്കെടുക്കും. ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനമാണെങ്കിലും എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഇത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. പ്ലാസ്റ്റിക് നിരോധനത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിലും ഇതിന് ബദലായി എന്ത് മാർഗം സ്വീകരിക്കുമെന്നതാണ് കച്ചവടക്കാരെ ആശങ്കയിലാക്കുന്നത്. അബ്ദുൾ റഹീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അബ്ദുൾ റഹീം, ഇന്ന് പല വ്യാപാര സ്ഥാപനങ്ങളിലും പലചരക്ക് കടകളിലുമൊക്കെ പ്ലാസ്റ്റിക് ബാഗുകൾ, ക്യാരി ബാഗുകൾ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുണ്ട്. പകരം ചില തുണിസഞ്ചികളുമൊക്കെ ഈ നൽകുന്നുണ്ട്. ആ തരത്തിൽ പൂർണ്ണമായി ഒരു ബദൽ സംവിധാനത്തിലേക്ക് മാറാൻ ഇപ്പോഴും കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരികൾ ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലാണ്. എന്താണ് എറണാകുളം ജില്ലയിലെ നഗരപ്രദേശങ്ങളിലടക്കം അവസ്ഥ?
ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിനകത്താണ്. കാരണം ഇവിടെയാണ് കൂടുതലായും ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു കച്ചവടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വ്യാപാരികളെ കൂടുതലായും അലട്ടുന്നത് അതായത് പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുകയാണെങ്കിൽ തങ്ങൾ ഏത് മാർഗം ബദലായി സ്വീകരിക്കും എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ടിൽ വരുന്നത്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അവരുടെ പ്രതികരണം എന്ന് നമുക്ക് ചോദിച്ചേക്കാം. ചേട്ടാ, പ്ലാസ്റ്റിക് ഇന്നു മുതൽ നിരോധിക്കുകയാണ്. അതായത് ഒരു തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഇനി മുതൽ സംസ്ഥാനത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള എങ്ങനെയാണ് നിങ്ങളുടെ കച്ചവടത്തെ അത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? കച്ചവടത്തെ ശരിക്കും ബാധിക്കും. കാരണം ഒരു 1 കിലോ സാധനം മേടിച്ചാലും 100 രൂപ സാധനം മേടിച്ചാലും വന്ന് ചോദിക്കുന്ന കവർ, പ്ലാസ്റ്റിക് കവർ ചോദിക്കുന്നത്. കവർ ചോദിക്കുന്നവരാണ് ഉള്ളത്. നിസ്സാര 10 രൂപയുടെ സാധനം മേടിച്ചാലും ഒരു കവർ വേണം. അങ്ങനെ ആൾക്കാർ സഞ്ചിയായിട്ട് വരികയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല. ആളുകൾ സഞ്ചിയായിട്ട് വരാറുണ്ടോ? കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതനുസരിച്ച് കുറച്ച് ആൾക്കാർ സഞ്ചിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു 10-40% ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോളും. ഗോപി, നമ്മളിപ്പോൾ കേട്ടത് ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് നേരെ നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. അവരിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. കാരണം പ്രധാനമായും പ്ലാസ്റ്റിക് മാർക്കറ്റുകളിൽ ഏറ്റവും ഉപയോഗിക്കുന്നതും ഇത്തരത്തിൽ ഈ ഒരു മത്സ്യം അല്ലെങ്കിൽ അത്തരത്തിൽ വിൽപ്പന നടത്തുന്നവരാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, എങ്ങനെയാണ്? കാരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക്കിന് നിരോധനം, കാരണം ഒരു തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പൊ ഇവര് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ കൊള്ളാം. പക്ഷെ ഇതിന് മറുവശമൊന്നുമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യും? അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ വില കൂടുതൽ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ആ കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ തിരിച്ചു കൊടുത്താലും മതി. അവർക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ അതുകൊണ്ടിട്ടാണ് കൂടുതൽ ഇവിടെ ഏറെ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതിനൊന്നും മറിയും ബദൽ മാർഗം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബദൽ മാർഗം ഞങ്ങൾക്ക് ഒരു 10-15 ദിവസമൊക്കെ ഒരാൾ പറഞ്ഞാണ്. വേറെ ആൾ 15 ദിവസമായിട്ട് കോടതിയിലൊക്കെ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സ്റ്റേ ഒന്നും വന്നിട്ടില്ല. സ്റ്റേ കൊടുക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ഉപയോഗിക്കാം. പക്ഷെ തൽക്കാലം ഉപയോഗിച്ച് പോകാം. അതിന് വൃത്തവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഇന്നു മുതൽ പ്ലാസ്റ്റിക്കിന് ഇതാണ്, അതായത് നിലവിൽ ഇത് തന്നെയാണ്. അതായത് പ്ലാസ്റ്റിക് നിരോധനത്തിനോട് തങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് ബദലായിട്ടുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു വ്യാപാരികളെ ആശങ്കയിലാക്കുന്നത്. അതായത് പ്രധാനമായും പച്ചക്കറി കട അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഇത്തരത്തിൽ പേപ്പറിലോ അല്ലെങ്കിൽ തുണിസഞ്ചിയിലോ ഉപയോഗിക്കാമെങ്കിൽ പോലും മീൻ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു മത്സ്യങ്ങളോ വാങ്ങിക്കുന്ന അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നവർ ഏത് രീതിയിലുള്ള മാർഗം സ്വീകരിക്കും എന്നുള്ളതാണ് കൂടുതലായും പ്രധാനമായും വിശദാംശങ്ങൾ നൽകിയത്. വിജയകുമാർ, ഈ പ്രശ്നം ഇങ്ങനെ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ. കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബദൽ സംവിധാനങ്ങൾ മാർഗങ്ങൾ ഇപ്പോൾ പല ചെറിയ കടകളിലുമൊക്കെ തുണി ബാഗുകൾ പല 3 രൂപയ്ക്കും 5 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ വിൽക്കുന്നു. പിന്നെ ഉപഭോക്താക്കൾ അവരുടെ ക്യാരി ബാഗുകളുമായി പോവുക ഷോപ്പുകളിലേക്ക് എന്നതാണ് മറ്റൊരു പ്രതിവിധി. എനിക്ക് തോന്നുന്നു ഗോപി, ഇന്ന് പല ജില്ലകളിലും പരിശോധന നടക്കുന്നുണ്ട്. ക്യാരി ബാഗുകൾ സൂക്ഷിക്കുന്നത് സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. സർക്കാർ ഏജൻസികൾ പിടിച്ചെടുക്കുന്നുണ്ട്. പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഇനിയും ഗവൺമെന്റ് പിന്നോട്ട് പോകുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യാമോഹം കച്ചവടക്കാർക്ക് വേണ്ട എന്ന സൂചന സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കച്ചവടക്കാരൻ പറഞ്ഞത് ഇപ്പോൾ വെക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമുണ്ട്. നിരോധിക്കപ്പെട്ട വസ്തുവാണ്, നിരോധിക്കപ്പെട്ട വസ്തുവാണ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. മരടിൽ പട്ടിണി സമരത്തിന് പിന്തുണ അറിയിക്കാനെത്തിയ CPM നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ CM ദേവസിയെ സംസാരിക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല. ദേവസിയെ നാട്ടുകാർ ഇറക്കി വിട്ടു. ദേവസി മരട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് വിവാദ ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. അതേസമയം മരട് ഫ്ളാറ്റ് നിർമ്മാണത്തിൽ തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CM ദേവസി പറഞ്ഞു. ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ആ വീഴ്ചകൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്നും ദേവസി വ്യക്തമാക്കി. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മരടിൽ നിന്ന് ചേരുന്നത്. സഹിൻ, ഈ ദേവസിക്കെതിരെ നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ദേവസി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴൊക്കെ നാട്ടുകാർ പറയുന്നത് ആരോപണ വിധേയനാണ് ഇദ്ദേഹം എന്ന് പൊതുവായൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും ഒരു പ്രതിഷേധ സമരം നടക്കുന്നതിനിടയിലേക്ക് ഈ CPM പ്രാദേശിക നേതാവ് വന്ന് കൂടുതൽ കുഴപ്പത്തിലായി അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഗോപികൃഷ്ണൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ സമരം നടക്കുമ്പോഴെല്ലാം, പട്ടിണി സമരം നടക്കുമ്പോഴെല്ലാം ജനങ്ങൾ കൃത്യമായ ഒരു സൂചന നൽകിയിരുന്നു. അതായത് ആരെങ്കിലും രാഷ്ട്രീയം പറയേണ്ടതില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് അവർ നൽകിയിരുന്നത്. ഇതിനിടയിലാണ് CPM നേതാവായിട്ടുള്ള CM ദേവസി അല്പനേരം മുൻപ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയം പറയേണ്ടതില്ല, രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ഈ സമരത്തിൽ പങ്കെടുത്ത ഏതാനും ചില വ്യക്തികൾ ഉന്നയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് തൻ്റെ പ്രസംഗം നിർത്തേണ്ടി വന്നതും പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോവേണ്ടി വന്നതും. എന്തായാലും വലിയ പ്രതിഷേധം ഏതാനും സമരത്തിൽ പങ്കെടുത്ത ഏതാനും ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം പട്ടണി സമരം നടക്കുമ്പോൾ ഇത് സർക്കാരിനെതിരെയും കൂടിയുള്ള ഒരു സമരമാണ്. ഈ സമയത്താണ് CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള CM ദേവസ്യ ഇവിടെ സംസാരിക്കാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹത്തോട് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഇവിടെ കൂടിയെന്നവർ പ്രകടിപ്പിച്ചതും. സഹിൻ, ഈ പ്രതിഷേധ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്? എന്തായാലും ഒരു അനിശ്ചിതകാല സമരമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് അവരുടെ സമരസമിതി നേതാക്കളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്, എത്ര ദിവസത്തേക്കായിരിക്കും ഈ സമരം ഉണ്ടാവുക? കാരണം 11-ാം തീയതി ഫ്ലാറ്റ് പൊളിക്കുമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച നിലയ്ക്ക് ഈ സമരം അനിശ്ചിതകാല സമരമാണ്. ഇത് ഈ കിടക്കുന്ന 3 പേര് അവരുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അടുത്ത സമരഭടന്മാർ തയ്യാറാവും. പക്ഷേ ചെറിയൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ ചീഫ് സെക്രട്ടറി, അതുപോലെ MLA, ഇവിടുത്തെ ചെയർപേഴ്സൺ, സമരസമിതിയുടെ 2 നേതാക്കൾ ഇവരുമായിട്ടൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളെ ന്യായമായ ആവശ്യം ആദ്യം ഈ ജനവാസം കുറഞ്ഞ മേഖലയിലെ ഫ്ലാറ്റ് പൊളിക്കുക. അതോടൊപ്പം ഈ കേടുപാടുകൾ വന്നിരിക്കുന്ന 18ഓളം വീടുകൾ കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതിൽ 7 വീടുകളുടെ മാത്രമേ സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് അവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. അതോടൊപ്പം ഈ ഫ്ലാറ്റ് പൊളിച്ചതിന് ശേഷം വീടുകൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് തത്തുല്യമായ തുക, അതായത് നിലവിൽ ഉള്ള മാർക്കറ്റ് വാല്യൂ അനുസരിച്ച തുകയോ അല്ലെങ്കിൽ പകരം വീടോ വെക്കാനുള്ള സർക്കാർ സംവിധാനം. ഇത് ഇൻഷുറൻസ് എന്നൊരു ഭാഷ ഞങ്ങളുടെ അജണ്ടയിലില്ല. ഇൻഷുറൻസ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, പകരം വീടുകൾ നിർമ്മിച്ചു തരിക. ഈ 2 ആവശ്യങ്ങൾ ഞങ്ങളുടെ ന്യായമാണ്. ഇത് സർക്കാർ പരിഗണിക്കുകയാണെങ്കിൽ, രേഖാമൂലം ഉറപ്പ് തരുവാണെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറും. അതിനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം വീട് സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് സമരസമിതി നേതാക്കൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നാളെ മന്ത്രിയുടെ വിവരങ്ങൾ നൽകിയത്. മരടിലെ ഫ്ളാറ്റ് പൊളിക്കലിൽ പ്രതിഷേധിച്ച് അത് കേടുപാടുണ്ടാകുന്നു, അയൽ വീട്ടുകാർക്ക് അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ്, അതിലൊരു സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമീപ പ്രദേശവാസികൾ ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. അനിശ്ചിതകാല പട്ടിണി സമരമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അടിയന്തര റിപ്പോർട്ട് നൽകണം എന്ന് വിവിധ വകുപ്പുകളോട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷയൊരുക്കാൻ സമയപരിധി വെല്ലുവിളിയാകുമെന്ന ആശങ്കയിലാണ് വകുപ്പുകൾ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുരക്ഷ ഒരുക്കുന്നത് വെല്ലുവിളിയാണെന്ന് പോലീസും വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ എത്തുന്നത്. എബിൻ ജോസ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനായുണ്ട്. ഇവൻ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷ ഒരുക്കുന്നതിൽ എന്താണ് പോലീസിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്? ഗോപി, പ്രധാനമായും രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഹെലിപ്പാഡിനെ സംബന്ധിച്ചുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സന്നിധാനത്തെ പാണ്ടിത്താവളത്തിന് സമീപം ഹെലിപ്പാഡിൽ രാഷ്ട്രപതി വന്നിറങ്ങുമെന്നുള്ളൊരു പരിശോധനകളായിരുന്നു പോലീസ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ആ ഹെലിപ്പാഡിന് ബലക്ഷയമുണ്ടെന്നുള്ള ആശങ്ക പോലീസ് പങ്കുവയ്ക്കുന്നു. അതോടെ തന്നെ അതിന് പടിക്കെട്ടുകളില്ല എന്നുള്ളൊരു ആശങ്കയും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മറിച്ച് നിലയ്ക്കലാണെങ്കിൽ സ്വാഭാവികമായും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ വേണ്ടിവരും. അത് സംബന്ധിച്ചിടത്തോളം ഈ തീർത്ഥാടന കാലം പരിമിതമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീർത്ഥാടകർ ധാരാളം എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ആശങ്കയും പോലീസിനുണ്ട്. ഏതായാലും വിവിധ വകുപ്പുകളോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം രാഷ്ട്രപതിയുടെ സുരക്ഷാ വിഭാഗത്തിന് ഈ റിപ്പോർട്ട് കൈമാറും. ഏതായാലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പ്രവാസി മലയാളികളുടെ പൊതുവേദിയായ ലോക കേരള സഭയുടെ 2ാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യ അടക്കം 47 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ധൂർത്താണ് എന്നാരോപിച്ച് UDF ലോക കേരള സഭ ബഹിഷ്കരിക്കും. വൈകിട്ട് നിശാഗന്ധിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ 2ാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സഭയുടെ പരിഗണനയ്ക്ക് വിധേയമാകുന്ന നയരേഖ നാളെ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. നവകേരള നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്കിനെക്കുറിച്ചായിരിക്കും സമ്മേളനത്തിലെ പ്രധാന ചർച്ച. ലോക കേരള സഭ സ്ഥിരം സംവിധാനം എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള കരട് ബിൽ ജനുവരി 2-ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും.
സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകിയതിന്റെ 240 കോടിയുടെ ബിൽ ട്രഷറി തടഞ്ഞു. GST ഇല്ലാത്ത ബിൽ മാറാൻ കഴിയില്ലെന്ന് ട്രഷറി ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതോടെ ഒക്ടോബർ മുതലുള്ള ബില്ലുകൾ മാറാതെയായി. അഭിമാന പദ്ധതിയായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സ്കൂൾ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഇതോടെ സ്തംഭനത്തിലാണ്. 20 ലക്ഷത്തോളം കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 24 എക്സ്ക്ലൂസീവ്. സ്കൂൾ കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. ആഴ്ചയിൽ 2 ദിവസം വീതം കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്നതാണ് പദ്ധതി. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി തയ്യാറാക്കിയത്. ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പ്രാദേശികമായി കർഷകരിൽ നിന്ന് പാലും മുട്ടയും വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഇതിനും പച്ചക്കറികൾ ഉൾപ്പെടെ വാങ്ങുന്നതിനും 80 കോടി രൂപയാണ് ഒരു മാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിക്കുന്നത്. എന്നാൽ 2019 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സ്കൂളുകളിൽ നിന്ന് നൽകിയ 240 കോടിയുടെ ബിൽ ട്രഷറി തടഞ്ഞു. കർഷകരിൽ നിന്ന് പാലും മുട്ടയും വാങ്ങിയ ബില്ലിനൊപ്പം GST രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രഷറി ഉദ്യോഗസ്ഥരുടെ നടപടി. പ്രാദേശിക കർഷകരിൽ നിന്നും സ്കൂളുകൾ വാങ്ങുന്ന പാലിനും മുട്ടയ്ക്കും GST നമ്പർ എങ്ങനെയാണ് ലഭിക്കുകയെന്ന് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാട്ടിയെങ്കിലും GST ഇല്ലാതെ ബിൽ മാറേണ്ടെന്നാണ് ട്രഷറി ഉദ്യോഗസ്ഥരുടെ തീരുമാനം. പ്രാദേശിക കർഷകരിൽ നിന്ന് പാലും മുട്ടയും വാങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം അനുസരിക്കുകയാണ് ചെയ്തതെന്ന സ്കൂളുകളുടെ വാദവും വിലപ്പോയില്ല. GST വേണമെന്ന് ഇതുവരെ ട്രഷറി വ്യക്തമാക്കിയിരുന്നതുമില്ല. GST നിർബന്ധമാക്കിയാൽ പോലും നഗരത്തിലെ സ്കൂളുകളിൽ മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്ന് അധ്യാപക സംഘടനകൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഫലമില്ലാതെ വന്നതോടെ സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കിയ പോഷകാഹാര പദ്ധതി സ്തംഭനത്തിലായി. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. മാർക്ക് ദാനത്തിന്റെ ആനുകൂല്യം ലഭിച്ചവരുടെ പട്ടികയിൽ റിവാലുവേഷനിൽ ജയം നേടിയവർ ഉൾപ്പെട്ട സംഭവത്തിൽ MG സർവകലാശാല കുരുക്കിലേക്ക്. ജോലിയും ഉപരിപഠന സാധ്യതയും നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി 2 വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്കെതിരെ നിയമ നടപടി തുടങ്ങി. നാളെ കോട്ടയത്തെത്തുന്ന ഗവർണർ ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വിശദീകരണം ചോദിച്ചേക്കും. പരീക്ഷാ നടത്തിപ്പിലെയും ഫലപ്രഖ്യാപനത്തിലെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പുറത്തുവന്നത്. പരീക്ഷ എഴുതി ജയിച്ച 2 വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ മോഡറേഷൻ റദ്ദാക്കിയവർക്കൊപ്പം തിരികെ വിളിച്ചിരുന്നു. തുടർച്ചയായി സപ്ലിമെന്ററി പരീക്ഷ എഴുതിയിട്ടും ബിടെക് ജയിക്കാതെ വന്നതോടെ 5 മാർക്ക് നിയമവിരുദ്ധമായി നൽകിയ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പഠിച്ചു പരീക്ഷ എഴുതി ജയിച്ചവരെയും തിരികെ കയറ്റിയത്. കോതമംഗലം MA കോളേജിലെയും മൂവാറ്റുപുഴ സിസാറ്റിലെയും വിദ്യാർത്ഥികളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടുപോയത്. സംഭവം വീഴ്ചയാണെന്ന് കണ്ടെത്തിയതോടെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ മഹാത്മാഗാന്ധി സർവകലാശാല നടപടിയെടുത്തു. സർവകലാശാലയുടെ വീഴ്ചയെ തുടർന്ന് പഠനവും തൊഴിൽ സാധ്യതകളും മുടങ്ങിയതോടെ ഈ 2 വിദ്യാർത്ഥികൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇക്കാര്യത്തിൽ ഗവർണർ സർവകലാശാലയിൽ നിന്ന് നേരിട്ട് വിശദീകരണം തേടിയേക്കും. വ്യാഴാഴ്ച കോട്ടയത്തെത്തുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുക. 24 കോട്ടയം. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് ജനുവരി 15 മുതൽ നിർബന്ധമാക്കാനിരിക്കെ കേരളത്തിൽ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ നേരിയ വർധന. 36% പേർ ഇതുവരെ ഫാസ്ടാഗിലേക്ക് മാറിയതായി ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. കേരളത്തിൽ വാളയാർ പാമ്പം പള്ളം ടോൾ ഗേറ്റാണ് ഫാസ്ടാഗ് ഉപയോക്താക്കളുടെ കാര്യത്തിൽ മുന്നിലുള്ളത്. കഴിഞ്ഞ ഡിസംബർ 15-ന് ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് നടപ്പിലാക്കിയെങ്കിലും 20% താഴെയായിരുന്നു കേരളത്തിലെ ഉപയോക്താക്കൾ. എന്നാൽ ഫാസ്ടാഗ് കർശനമാക്കാൻ ഇനി 15 ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിലെ യാത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ടോൾ പ്ലാസകൾ വഴി യാത്ര ചെയ്തവരിൽ ശരാശരി 36% പേർ ഇതുവരെ ഫാസ്ടാഗിലേക്ക് മാറിയതായി ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നു. വാളയാറാണ് ഫാസ്ടാഗ് യാത്രക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ. എറണാകുളം കുമ്പളം ടോൾ പ്ലാസ ഏറെ പിന്നിലും. അതേസമയം ഈ മാസം 15 മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കുമെന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും ദേശീയപാത അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫാസ്ടാഗ് ഉപയോഗിക്കുക വഴി ടോൾ പ്ലാസകളിൽ പരമാവധി 3 സെക്കൻഡ് മാത്രം ഒരു വാഹനം ചിലവഴിച്ചാൽ മതിയാകും. നിലവിൽ ഒരു ടോൾ ബൂത്തിലൂടെ 1 മണിക്കൂറിൽ 240 വാഹനങ്ങൾ വരെ കടന്നുപോകാനാണ് ശേഷിയുള്ളത്. ഇത് 1200 വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന ശേഷിയിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. S. ശ്രീകാന്ത്, 24, കൊച്ചി. ഇറാഖിലെ അമേരിക്കൻ എംബസി പ്രക്ഷോഭകർ ആക്രമിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ സൈനികരെ ഇറാഖിലേക്ക് അയക്കുമെന്ന് അമേരിക്ക. 750 സൈനികരെയാണ് ബാഗ്ദാദിൽ കൂടുതലായി വിന്യസിക്കുകയെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ അറിയിച്ചു. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടുതൽ സുരക്ഷാ സൈനികരെ ഇറാഖിൽ വിന്യസിക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാഖിലെ അമേരിക്കൻ എംബസിക്കും ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള ആക്രമണ ഭീഷണി വർദ്ധിക്കുന്നതിനാലാണ് ഈ തീരുമാനമെന്നും എസ്പർ വ്യക്തമാക്കി. ലോകത്തെവിടെയുമുള്ള അമേരിക്കക്കാരെയും അമേരിക്കയുടെ താൽപര്യങ്ങളെയും സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും എസ്പർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു.
ഞായറാഴ്ച അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ഇറാഖി പ്രക്ഷോഭകർ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസി ആക്രമിച്ചിരുന്നു. ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എംബസിയുടെ ചുറ്റുമതിൽ കടന്ന സ്ത്രീകളടക്കമുള്ള പ്രക്ഷോഭകർ എംബസിക്കു നേരെ കല്ലെറിയുകയും നിരീക്ഷണ ക്യാമറകൾ പിഴുതെടുക്കുകയും ചെയ്തു. സുരക്ഷാ ഭീഷണി പരിഗണിച്ച് സ്ഥാനപതിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഷിയ സംഘടനയായ ഹാഷിദ് അൽ ഷാബിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇറാഖിലും സിറിയയിലും അടക്കമുള്ള 5 ഹിസ്ബുള്ള താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച ഉത്തര ഇറാഖിലെ US സൈനിക ക്യാമ്പിനു നേരെ ഹാഷിദ് അൽ ഷാബിയുടെ സായുധ വിഭാഗമായ കത്തബ് ഹിസ്ബുള്ള പോരാളികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈന്യത്തിന്റെ കരാറുകാരൻ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ന്യൂസ് ട്രാക്കിൽ ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഭാതർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ മൃതദേഹം സംസ്കരിക്കാൻ നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ. കുടുംബ കല്ലറയുള്ള പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിന് ശവസംസ്കാരത്തിന് അനുമതി. സംസ്കാര ശുശ്രൂഷകൾ പള്ളിക്ക് പുറത്തു നടത്തി സെമിത്തേരിയിൽ സംസ്കരിക്കാം. നിയമനിർമ്മാണം വേണ്ടിവന്നത് സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയെന്ന് മുഖ്യമന്ത്രി. പൗരത്വ നിയമ ഭേദഗതിയിലെ സംസ്ഥാന പ്രതിഷേധം രാജ്യം ശ്രദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി. നിയമസഭയ്ക്ക് സഭയുടേതായ അവകാശങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഭരണഘടനാ മര്യാദകൾ ലംഘിക്കുമെന്ന് BJP MP GVL നരസിംഹറാവു 24നോട്. ജമ്മു കാശ്മീരിലെ നൌഷേരയിൽ പാക് നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെ 2 സൈനികർക്ക് വീരമൃത്യു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഏത് വെല്ലുവിളി നേരിടാനും സേന സുസജ്ജമെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് നരവേന. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയായി ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റു. സൈന്യം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉചിതമെന്ന് റാവത്ത്. രാജ്യത്തിന്റെ ചന്ദ്ര പര്യവേഷണ പദ്ധതിയായ ചന്ദ്രയാൻ 3 കേന്ദ്രത്തിന്റെ അനുമതി. വിക്ഷേപണം ഈ വർഷം. ഗഗൻയാൻ ദൗത്യവും ഈ വർഷം തന്നെയെന്ന് ISRO ചെയർമാൻ. ബഹിരാകാശ യാത്രികർക്ക് റഷ്യയിൽ പരിശീലനം നൽകും. കവിയൂർ കേസിൽ CBIക്ക് തിരിച്ചടി. 4ാമത്തെ അന്വേഷണ റിപ്പോർട്ടും തിരുവനന്തപുരം CBI പ്രത്യേക കോടതി തള്ളി. പെൺകുട്ടിയെ അച്ഛനോ ബന്ധത്തിലുള്ളവരോ ആകാം പീഡിപ്പിച്ചതെന്ന കണ്ടെത്തലിന് തെളിവില്ലെന്ന് കോടതി. തുടരന്വേഷണത്തിനും ഉത്തരവ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഗവർണർ നിയമോപദേശം തേടുന്നു. നടപടി മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ പ്രോസിക്യൂഷൻ അപേക്ഷയിൽ അഡ്വക്കേറ്റ് ജനറലിനോട് രാജ്ഭവനിലെത്താൻ ഗവർണറുടെ നിർദ്ദേശം. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനെതിരെ പരിസരവാസികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യം. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ ന്യൂസ് ട്രാക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി നിമ്മിയെത്തും. നമസ്കാരം. 24 അഭിമാനത്തിന്റെ ഒരു വർഷം.